ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ദുബായ് നൈറ്റീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻറ്റിലൊക്കെ വന്നിട്ടുള്ള നൈറ്റീസ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഡാർക്ക് ഷെയ്ഡിലുള്ള നൈറ്റീസ് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാതും എക്സെല്ലും ഡബിൾ എക്സെല്ലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ എല്ലാത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 60 ഇഞ്ചാണ്. സ്ലീവൊക്കെ വരുന്നത് 3/4 സ്ലീവാണ്. 3/4 എന്ന് പറയുമ്പോൾ മുട്ടിനേക്കാൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇറങ്ങിക്കിടക്കുന്ന ആ ഒരു ലെങ്ത്ത് വരുന്നുണ്ട്. ഫുൾ സ്ലീവും അല്ല, കറക്റ്റ് 3/4 അല്ല, അതിനേക്കാളും ഇത്രയും കൂടി ലെങ്ത്ത് വരുന്നുണ്ട്. എക്സൽ ആണെങ്കിലും എക്സൽ ശരിക്കും ഡബിൾ എക്സലിൻ്റെ മെഷർമെൻറ്റ് നോക്കുമ്പോൾ ഡബിൾ എക്സലിൻ്റെ സൈസ് ഉണ്ട്, ഡബിൾ എക്സൽ 3XLൻ്റെ സൈസ് ഉണ്ട്. അപ്പോൾ 3XLകാർക്കൊക്കെ ആണെങ്കിൽ ഡബിൾ എക്സൽ മതിയാവും. അത്യാവശ്യം നല്ലൊരു ലൂസ് ഫിറ്റിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്കിലേക്ക് എല്ലാത്തിനും നെക്കിലേക്ക് ലേസൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി നൈറ്റീസാണ് എല്ലാം തന്നെ. അത് അങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല, ആ ലേസിൻ്റെ താഴേക്ക് ക്ലോത്ത് വരുന്നുണ്ട്. ഉണ്ടോ, സ്ലീവിൻ്റെ എൻഡിലേക്കൊക്കെ ലേസ് കൊടുത്തിട്ട് നല്ല അടിപൊളി നൈറ്റീസാണ് എല്ലാം തന്നെ. 60 ഇഞ്ച് വരും ലെങ്ത്ത്. അപ്പോൾ അത്ര ലെങ്ത്ത് വേണ്ടാന്നുള്ളവർ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മടക്കി കൊടുത്താൽ മതിയാവും. ആ ബാക്കിലേക്കും അവിടെ ഒരു എന്താ പറയുക, ഒരു കട്ടിങ് വന്നിട്ട് ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്രൈസും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും. സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ. അപ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കൊന്നും വേണ്ട, വീട്ടിൽ പോസ്റ്റ്മാനെ കൊണ്ടു തന്നോളും. ഒരു കേരളത്തിനുള്ളിലാണെങ്കിൽ ഒരു 3 to 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടും. പക്ഷേ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് 1-2 ദിവസമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിലേ വരാം, ചാൻസ് ഉണ്ട്. ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് പറയുകയും ചെയ്തു, ചിലപ്പോൾ ഒരു ദിവസം ഡിലേ വരാൻ ചാൻസ് ഉണ്ടെന്ന്. DTDC സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇതിനധികം ദിവസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വേണ്ടവർ അത് പറഞ്ഞാൽ മതി. പക്ഷെ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം വരും. അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്ന് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊറിയർ ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഓരോന്നായിട്ട് കാണിച്ച് പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് ആ പ്രിൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. നിങ്ങൾ മാക്സിമം കോൾ ചെയ്യാതെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ നോക്കുക. കോൾ ചെയ്തിട്ട് ആദ്യം കാണിക്കണത് രണ്ടാമത് കാണിക്കണത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന കളർ എന്ന് പറയുമ്പോൾ എനിക്കത് ക്ലിയറായിട്ട് മനസ്സിലാവില്ല. പിന്നെ കോൾ ചെയ്തിട്ട് നിങ്ങൾ ഇന്ന സൈസ് എന്നൊക്കെ പറഞ്ഞത് പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് വാട്സപ്പിലൊന്ന് ടൈപ്പ് ചെയ്ത് വിടുകയും വോയിസ് അയക്കുകയോ ചെയ്താൽ മതി. മാക്സിമം ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ എനിക്കത് പാക്ക് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഓരോരുത്തർ പറഞ്ഞ സൈസ് ഏതാണെന്നൊക്കെ നോക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ വോയിസും കേട്ട് നോക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നിങ്ങൾ ഐറ്റം സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അതിൻ്റെ താഴെ ഇന്ന സൈസ് എന്ന് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ സൈസ് ഏതാണെന്നും കൂടി താഴെ മെൻഷൻ ചെയ്യുക. പിന്നെ ഞാൻ സൈസ് ഏതാണെന്ന് നിങ്ങളോട് വീണ്ടും മെസ്സേജിൽ ചോദിക്കണം, പിന്നെ അതിന് റിപ്ലൈ കിട്ടണം. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണെന്നും കൂടി താഴെ മെൻഷൻ ചെയ്തിട്ട് അയക്കുക. ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഒക്കെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇന്നത്തേതിൽ 2 ടൈപ്പ് മെറ്റീരിയൽ വരുന്നുണ്ട്. ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ ഏതാ മെറ്റീരിയൽ എന്ന് പറയാം. ഈ ഒരു പാറ്റേണൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ഉണ്ടോ, നെക്കിലേക്കൊക്കെ നല്ല ഭംഗിയിൽ ലേസൊക്കെ കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിലേക്കും ലേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ചൂടിന് നമുക്ക് യൂസ് ചെയ്യാൻ അത്രയും കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നല്ല ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ചൂട് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഏപ്രണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് കുക്ക് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവാതെ നോക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രാത്രിയിലേക്കൊക്കെ മാത്രമായിട്ട് ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ് മാറ്റി വെക്കേണ്ടി വരും. ഒരുപാട് പേര് ഡാർക്ക് കളേഴ്സ് കൊണ്ടുവരുമെന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡാർക്ക് കളേഴ്സ് നോക്കുന്നുണ്ട്. പക്ഷേ ഇത് ലൈറ്റ് ഷെയ്ഡാണെന്ന് വിചാരിച്ചിട്ട് ആരും മിസ്സാക്കേണ്ട. ഒരെണ്ണെങ്കിലും ഒന്ന് എടുത്തിട്ട് നോക്കണം. അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും വീണ്ടും പറയുന്നത്. ഒരെണ്ണം നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ വാങ്ങിച്ചാൽ മതി. ഈ റേറ്റ് വരുന്നതും ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്. നമുക്ക് അത്രയും റിക്വസ്റ്റ് വന്ന ഒരു ഐറ്റമാണ് ഈ ദുബായ് നൈറ്റീസ്. ഇതുവരെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഇത് അവൈലബിൾ ആക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ ഈദിൻ്റെ സമയത്തൊക്കെ എന്തായാലും നമ്മൾ എത്ര വേറെ ഡ്രസ്സ് എടുത്താലും ഒരു നൈറ്റിയെങ്കിലും എടുക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ ഈദിൻ്റെ അന്നാണെങ്കിലും രാവിലെ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ പുതിയ ചുരിദാറൊന്നും എടുത്തിട്ട് ഇടൂലല്ലോ.
എന്തായാലും നൈറ്റിയോ അല്ലെങ്കിൽ വീട്ടിലിടുന്ന സാധാരണ ഏതെങ്കിലും ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടായിരിക്കും കിച്ചണിലേക്ക് കയറുക. അപ്പോൾ പഴയതിടുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു നൈറ്റി വാങ്ങി വെച്ചിട്ട് അന്നത്തെ ദിവസം ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഇടുകയും ചെയ്യാം, ചൂടും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ കാണിച്ച ഈ ബ്ലാക്ക് ഇത്രയും കൂടി ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ്. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കട്ടി കൂടുതലുണ്ട് അതിന്. ഈ പാറ്റേണിലൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറെ പ്രിൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രിൻറ്റ് മാത്രമാണ് മാറ്റം വരുന്നത്. സ്ലീവൊക്കെ അതേപോലെ 3/4 സ്ലീവ്, സ്ലീവിൻ്റെ താഴേക്കും യോക്കിലേക്കൊക്കെ ലേസ് വന്നിട്ട് അതേ പാറ്റേൺ തന്നെയാണ്. സൈസ് വരുന്നത് XL, XXL എന്ന് പറയുമ്പോൾ 48, 50, 51 ആ ഒരു മെഷർമെൻറ്റിലൊക്കെ വരുന്നുണ്ട് ചെസ്റ്റ് സൈസ്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക്